ദൈവീക കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ സമ്പത്തുണ്ടായാലും എത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായാലും മനസ്സമാധാനം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? കഠിനമായി പ്രാർത്ഥിച്ചിട്ടും ദൈവാനുഗ്രഹം കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ലോകഗുരുവായ ആദിശങ്കരാചാര്യരുടെ ജീവിതത്തിലെ ഈ ഒരു സംഭവം നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. സാക്ഷാൽ പരാശക്തിയെ തന്റെ കൂടെ കൂട്ടാൻ അദ്ദേഹം നടത്തിയ യാത്രയും വഴിമധ്യേ അദ്ദേഹത്തിനുണ്ടായ പരീക്ഷണങ്ങളും കേട്ടാൽ നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറും. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജം നിറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് കഥയുടെ ആദിമ രഹസ്യങ്ങളിലേക്ക് പോകാം. പണ്ട് കുടജാദ്രി പർവ്വതനിരകളിൽ കാമാസുരൻ എന്ന ക്രൂരനായ ഒരു അസുരൻ തപസ് ചെയ്തിരുന്നു. ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കാൻ ആ അസുരൻ ആഗ്രഹിച്ചു. എന്നാൽ അവൻ വരം ചോദിച്ചാൽ ലോകം നശിക്കുമെന്ന് മനസ്സിലാക്കിയ സരസ്വതി ദേവി അവന്റെ നാവു കൊട്ടിയടച്ചു. സംസാരിക്കാൻ കഴിയാത്ത അവനെ ലോകം മൂകാസുരൻ എന്ന് വിളിച്ചു. പിന്നീട് ദേവി തന്നെ ആ അസുരനെ വധിച്ചു. മൂകാസുരനെ വധിച്ച ആ ചൈതന്യമാണ് മൂകാംബിക. പക്ഷേ ആ ചൈതന്യം എങ്ങനെയാണ് ഇന്നു നാം കാണുന്ന കൊല്ലൂരിലെ ക്ഷേത്രത്തിലെത്തിയത്? അവിടെയാണ് ആദിശങ്കരന്റെ പ്രവേശനം. വർഷങ്ങൾക്കു ശേഷം തന്റെ അമ്മയ്ക്ക് വിദ്യയും ഐശ്വര്യവും നൽകാൻ ആദിശങ്കരാചാര്യർ കുടജാദ്രിയിൽ കഠിന തപസ് ചെയ്തു. ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു അപേക്ഷ മാത്രമേ വെച്ചുള്ളൂ: അമ്മേ, എന്റെ കൂടെ കേരളത്തിലേക്ക് വരണം. ദേവി സമ്മതിച്ചു, പക്ഷേ ഒരു നിബന്ധനയോടെ. ശങ്കര, നീ മുന്നിൽ നടക്കുക, ഞാൻ നിന്റെ തൊട്ടു പിന്നാലെ വരാം. എന്നാൽ ഒരു കാരണവശാലും നീ തിരിഞ്ഞു നോക്കരുത്. എന്റെ കാൽപ്പണ്ടുകളുടെ ശബ്ദം കേട്ട് ഞാൻ കൂടെയുണ്ടെന്ന് നീ വിശ്വസിക്കണം. എപ്പോൾ നീ തിരിഞ്ഞു നോക്കുന്നുവോ അവിടെ ഞാൻ സ്ഥിരമായി കുടികൊള്ളും. ഈ നിബന്ധന അംഗീകരിച്ച് ശങ്കരൻ യാത്ര തുടങ്ങി. നടന്ന് അവർ കൊല്ലൂർ എന്ന സ്ഥലത്തെത്തി. പെട്ടെന്ന് ദേവിയുടെ കാൽപ്പണ്ടുകളുടെ ശബ്ദം നിലച്ചു. ശങ്കരൻ പരിഭ്രമിച്ചു. തന്റെ കൂടെ അമ്മയില്ലേ? അമ്മ തന്നെ ഉപേക്ഷിച്ചോ? നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ അറിയാതെ അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി. ചിരിച്ചുകൊണ്ട് ദേവി അവിടെ നിന്നു. ശങ്കര, നീ നിബന്ധന ലംഘിച്ചു. ഇനി എനിക്ക് നിന്റെ കൂടെ വരാൻ കഴിയില്ല. ഞാൻ ഇവിടെ തന്നെ കുടികൊള്ളാൻ പോകുന്നു. പക്ഷേ ശങ്കരന്റെ സങ്കടം കണ്ട് ദേവി അനുഗ്രഹിച്ചു. പകൽ സമയം ഞാൻ ഇവിടെ കൊല്ലൂരിലും സന്ധ്യാസമയത്ത് നിന്റെ നാടായ കേരളത്തിലെ ചോറ്റാനിക്കരയിലും കുടികൊള്ളാം. ഇന്നും ആ വിശ്വാസം നിലനിൽക്കുന്നു. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയും വിശ്വാസവുമാണ്. ജ്യോതിഷപരമായി പറഞ്ഞാൽ ജാതകത്തിൽ ബുധൻ ബലഹീനമായവർ മൂകാംബികയെ ഭജിക്കുന്നത് വിദ്യയ്ക്കും ബുദ്ധിക്കും വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ജീവിതത്തിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ആദിശങ്കരനെ പോലെ പതറാതെ മുന്നോട്ടു പോകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ഉണ്ടെങ്കിൽ അമ്മേ ശരണം എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയ പ്രചോദനമാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.